കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു അധികാര കൈമാറ്റത്തിനാണ് കഴിഞ്ഞ ദിവസം രാജ്യം സാക്ഷ്യം വഹിച്ചത്. കനത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നും സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ അധികാരമേറ്റിരിക്കുകയാണ്. ഒരു പുതിയ ഭരണാധികാരി വരുമ്പോൾ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഭരണശൈലിയെക്കുറിച്ചും നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുമൊക്കെ അറിയാൻ വലിയ താല്പര്യമുണ്ടാകും. എന്നാൽ അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ എപ്പോഴും ഉയർന്നു കേൾക്കാറുള്ള ഒരു കൗതുകവുമുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഈ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് എത്രയായിരിക്കും മാസ ശമ്പളം ലഭിക്കുക എന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളവും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും എപ്പോഴും പൊതുവേദികളിൽ ചർച്ചയാകാറുള്ള വിഷയമാണ്. ഉയർന്ന സാക്ഷരതയുള്ള തങ്ങൾ നൽകുന്ന നികുതിപ്പണം എങ്ങനെയൊക്കെ വിനിയോഗിക്കപ്പെടുന്നു എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ കണക്കുകൾ തുറന്ന് പരിശോധിക്കുന്നത് ജനാധിപത്യത്തിന്റെ സുതാര്യതയ്ക്ക് ഏറെ അനിവാര്യമാണ്. കേവലം ഒരു മാസ ശമ്പളം എന്നതിനപ്പുറം ഒരു സംസ്ഥാനത്തെ ഭരണാധികാരിക്ക് ലഭിക്കുന്ന സൗജന്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം നമുക്ക്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ശമ്പളം നിശ്ചയിക്കാനുള്ള പൂർണ്ണമായ അധികാരം അതാത് സംസ്ഥാന നിയമസഭകൾക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തിലെയും മുഖ്യമന്ത്രിമാരുടെ ശമ്പളത്തിൽ വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് അടിസ്ഥാന ശമ്പളവും വിവിധ ഇനത്തിലുള്ള അലവൻസുകളും ഉൾപ്പെടെ പ്രതിമാസം ലഭിക്കുന്നത് ഏകദേശം 1,80,000 രൂപയാണ്. വികസിത രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ കുറഞ്ഞ ഒരു തുകയാണെന്ന് നമുക്ക് കാണാം. എന്നാൽ ഒരു മുഖ്യമന്ത്രിയുടെ അധികാരം എന്നത് കേവലം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ മാസ ശമ്പളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി വലിയൊരു ഉദ്യോഗസ്ഥ സന്നാഹം തന്നെ മുഖ്യമന്ത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ്. പ്രൈവറ്റ് സെക്രട്ടറിമാർ, സ്പെഷ്യൽ ഓഫീസർമാർ, IT വിദഗ്ധർ, മാധ്യമ ഉപദേശകർ എന്നിങ്ങനെ വലിയൊരു സംഘം തന്നെ മുഖ്യമന്ത്രിയുടെ ദൈനംദിന ഔദ്യോഗിക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒപ്പമുണ്ടാകും. ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നാണ് നൽകുന്നത്. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ലഭിക്കുന്നതിന് സമാനമായ ഭരണപരമായ പിന്തുണയാണ് ഒരു ജനാധിപത്യ സർക്കാരിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മാസ ശമ്പളത്തേക്കാൾ പ്രാധാന്യമുള്ളതും ആകർഷകവുമായത് പദവിയുടെ ഭാഗമായി ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് യാത്രകൾക്കായി അനുവദിക്കുന്ന അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുള്ള ഔദ്യോഗിക വാഹനങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളും അകമ്പടിക്കായി പൈലറ്റ്, എസ്കോർട്ട് വാഹനങ്ങളും എപ്പോഴും ഒപ്പം ഉണ്ടാകും. ഈ വാഹനങ്ങളിലെ ഇന്ധന ചെലവും ജീവനക്കാരുടെ വേതനവും പൂർണ്ണമായും സൗജന്യമാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തിനകത്തോ പുറത്തോ നടത്തുന്ന ട്രെയിൻ, വിമാന യാത്രകളെല്ലാം പ്രത്യേക യാത്രാ അലവൻസുകളും VIP പരിഗണനകളും മുഖ്യമന്ത്രിക്ക് ലഭിക്കാറുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം സ്റ്റേറ്റ് ഗസ്റ്റ് അഥവാ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക അതിഥിയായാണ് പരിഗണിക്കപ്പെടുന്നത്. താമസ സൗകര്യത്തിൻ്റെ കാര്യത്തിലും വലിയ ആഡംബരങ്ങളാണ് മുഖ്യമന്ത്രി പദവിയുടെ ഭാഗമായി ലഭിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ലിഫ് ഹൗസ് ബംഗ്ലാവാണ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി. ഈ വസതിയുടെ വാടക, വൈദ്യുതി, വെള്ളം തുടങ്ങിയ എല്ലാ ചെലവുകളും സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. ക്ലിഫ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ നവീകരണ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി വരുന്ന വലിയ തുകകൾ പൊതുമരാമത്ത് വകുപ്പ് വഴി സർക്കാർ ഖജനാവിൽ നിന്നാണ് അനുവദിക്കുന്നത്. കൂടാതെ ഈ വസതികളിലെ പാചകക്കാർ, തോട്ടക്കാർ, സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയ വലിയൊരു ജീവനക്കാരുടെ നിരയുടെ ചെലവുകളും ഭരണകൂടം നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം എന്നത് മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ആരോഗ്യ പരിരക്ഷയാണ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പൂർണ്ണമായും സൗജന്യമായ ചികിത്സയാണ് നിയമം വഴി ഉറപ്പു നൽകുന്നത്. രാജ്യത്തിനകത്തെ പ്രമുഖ ആശുപത്രികളിലോ അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളിലോ പോകേണ്ടി വന്നാൽ അതിനായി വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ചെലവുകൾ പരിധികളില്ലാതെ സർക്കാർ തന്നെ വഹിക്കും. ഒരു സാധാരണ പൗരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സുരക്ഷയും ആനുകൂല്യങ്ങളുമാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണത്തലവന് രാജ്യം ഒരുക്കി നൽകുന്നത്. ഇനി തുടർച്ചയായ 10 വർഷം മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിച്ച പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആനുകൂല്യങ്ങളിലും വസതികളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവിനെങ്കിലും മുഖ്യമന്ത്രിയുടേതിൽ നിന്നും വ്യത്യസ്തമായ ശമ്പള ഘടനയാണ് ഇതിനുള്ളത്. പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് വെറും 2,000 രൂപ മാത്രമാണ് അടിസ്ഥാന ശമ്പളമായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനൊപ്പം ക്ഷാമബത്ത അഥവാ DA ഇനത്തിൽ 38,439 രൂപ മാസാമാസം ലഭിക്കും. തൻ്റെ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കായി മണ്ഡലം അലവൻസ് ഇനത്തിൽ 40,000 രൂപയും പ്രതിപക്ഷ നേതാവിന് അനുവദിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഔദ്യോഗിക യാത്രകൾക്കായുള്ള അലവൻസായി 17,000 രൂപയും പിണറായി വിജയന് ലഭിക്കും. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഒരു മാസം ലഭിക്കുന്ന ആകെ ശമ്പളം
97,429 രൂപയാണ്. അതായത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ശമ്പളത്തിൻ്റെ പകുതിയോളമായി ഇത് ചുരുങ്ങും എന്നർത്ഥം. എന്നാൽ ശമ്പളം കുറയുമെങ്കിലും ക്യാബിനറ്റ് പദവിയുള്ളതിനാൽ മുൻ മുഖ്യമന്ത്രിക്ക് സകുടുംബം പൂർണ്ണമായ ചികിത്സാ പരിരക്ഷ തുടർന്നും ലഭിക്കും. കൂടാതെ പുതിയ വാഹനം വാങ്ങുന്നതിനായി വെഹിക്കിൾ അഡ്വാൻസ് ഇനത്തിൽ 10 ലക്ഷം രൂപയും വീട് നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ നവീകരിക്കുന്നതിനോ ആയി ഹൗസ് അഡ്വാൻസ് ഇനത്തിൽ 20 ലക്ഷം രൂപയും അദ്ദേഹത്തിന് ആനുകൂല്യങ്ങളായി ലഭിക്കുന്നതാണ്. ഔദ്യോഗിക വസതിയായി ക്ലിഫ് ഹൗസിന് പകരം കണ്ടോൺമെൻറ്റ് ഹൗസ് ആയിരിക്കും ഇനി അദ്ദേഹത്തിന് അനുവദിക്കുക. ഇതുകൂടാതെ പ്രതിപക്ഷ നേതാവിന് ഒരു ഔദ്യോഗിക കാറും പൈലറ്റ് വാഹനവും ലഭിക്കും. ഇനി നമുക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം വളരെ പിന്നിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഭരണാധികാരി തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയാണ്. പ്രതിമാസം 4,10,000 രൂപയാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ ശമ്പളം. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന സർക്കാർ പദവികളിൽ ഒന്നാണ് ഇത്. തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹി മുഖ്യമന്ത്രിയാണ്. 3,90,000 രൂപയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ മാസശമ്പളം. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് പ്രതിമാസം 3,60,000 രൂപ ലഭിക്കുന്നുണ്ട്. ഈ വലിയ തുകകളുമായി ഒത്തുനോക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ശമ്പളം തെലങ്കാന മുഖ്യമന്ത്രിയുടെ ശമ്പളത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രമാണെന്ന് നമുക്ക് വ്യക്തമാകും. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പള പട്ടികയിൽ 19ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സ്ഥിതി പരിശോധിച്ചാലും കേരളത്തെക്കാൾ ഉയർന്ന ശമ്പളമാണ് അവിടുത്തെ ഭരണാധികാരിക്ക് ലഭിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ നടൻ ജോസഫ് വിജയ്ക്ക് പ്രതിമാസം ലഭിക്കുന്ന ആകെ ശമ്പളം 2,85,000 രൂപയാണ്. ഓരോ സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക ഭദ്രത, ജനസംഖ്യ, നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. ശമ്പളം കുറവാണെങ്കിലും കേരളം പോലെ സാക്ഷരതയിലും സാമൂഹിക വികസനത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ നയിക്കാൻ കഴിയുക എന്നത് ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ശമ്പളത്തെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും നിയമസഭാ അംഗങ്ങളുടെയും ശമ്പള വിവരങ്ങളും കൃത്യമായി ഒന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ ഒരു മന്ത്രിയുടെ മാസശമ്പളം 97,429 രൂപയാണ്. അതായത് പ്രതിപക്ഷ നേതാവിനും മന്ത്രിമാർക്കും ഒരേ ശമ്പളം. എന്നാൽ ശമ്പളത്തേക്കാൾ കൂടുതൽ ഇവർക്ക് ലഭിക്കുന്നത് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാതെ ലഭിക്കുന്ന യാത്രാബത്തയാണ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സംസ്ഥാനത്തിനുടനീളം യാത്ര ചെയ്യുന്ന മന്ത്രിമാർക്ക് ഈ ഇനത്തിൽ വലിയൊരു തുക കൈപ്പറ്റാൻ സാധിക്കും. മന്ത്രിമാർക്കും ഔദ്യോഗിക വാഹനങ്ങളും തലസ്ഥാനത്ത് സൗജന്യ താമസത്തിനായി വസതികളും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വന്തമായി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയും സർക്കാർ അനുവദിക്കാറുണ്ട്. തിരുവനന്തപുരത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ സർക്കാർ ഗസ്റ്റ് ഹൗസുകളിൽ ഇവർക്ക് സൗജന്യ താമസമൊരുക്കും. സംസ്ഥാനത്തെ സാധാരണ MLA-മാരുടെ കാര്യത്തിലേക്ക് വന്നാൽ 70,000 രൂപയാണ് ഇവരുടെ പ്രതിമാസ ശമ്പളമായി നിശ്ചയിച്ചിട്ടുള്ളത്. നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കുള്ള അലവൻസുകൾ ഉൾപ്പെടെയാണ് ഈ ഒരു തുക. മന്ത്രിമാർക്കും MLA-മാർക്കും സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനുമായി പലിശരഹിത വായ്പകൾ സർക്കാർ നൽകാറുണ്ട്. സാധാരണക്കാർക്ക് ബാങ്കുകളിൽ നിന്നും കടുത്ത പലിശയ്ക്ക് വായ്പകൾ ലഭിക്കുമ്പോൾ ജനപ്രതിനിധികൾക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് പലപ്പോഴും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. മന്ത്രിമാരെ പോലെ തന്നെ MLA-മാർക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും രോഗം ബാധിച്ചാൽ വിദേശത്തുൾപ്പെടെയുള്ള ചികിത്സാ ചെലവുകൾ പരിധികളില്ലാതെ സർക്കാർ ഖജനാവിൽ നിന്നും നൽകും. മുൻ നിയമസഭാ അംഗങ്ങൾക്കും ഈ ചികിത്സാ സഹായത്തിന് അർഹതയുണ്ട്. കൂടാതെ കാലാവധി പൂർത്തിയാക്കുന്ന ജനപ്രതിനിധികൾക്ക് ജീവിതകാലം മുഴുവൻ വലിയൊരു തുക പെൻഷനായും ലഭിക്കുന്നു. ഒരു ജനപ്രതിനിധിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യം പലപ്പോഴും നികുതിദായകരായ സാധാരണ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ ചില ഭരണഘടനാപരമായ കാരണങ്ങളുമുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണം അഴിമതിയിലേക്ക് തിരിയാതിരിക്കാനും തങ്ങളുടെ കടമകൾ യാതൊരുവിധ ഭയവുമില്ലാതെ പൂർണ്ണമായ ശ്രദ്ധയോടെ ചെയ്യാനും വേണ്ടിയാണ് അവർക്ക് മികച്ച ശമ്പളവും സുരക്ഷയും രാജ്യം ഉറപ്പു നൽകുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചുമലിലേറ്റി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിക്കുന്ന വ്യക്തിക്ക് മാനസികമായ സമാധാനവും ശാരീരികമായ സുരക്ഷിതത്വവും നൽകേണ്ടത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഭരണപക്ഷത്തിൻ്റെ പല ദൂർത്തുകളെയും സാമ്പത്തിക നയങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുമ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം എത്രത്തോളം മിതത്വത്തോടെ ഉപയോഗിക്കുമെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത്. ശമ്പളവും ആനുകൂല്യങ്ങളും നിയമപരമായി ലഭിക്കുന്ന അവകാശങ്ങളാണെങ്കിലും ജനങ്ങളുടെ നികുതിപ്പണത്തോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ലളിതമായ ജീവിത ശൈലി നയിക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്നാണ് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നത്. അധികാരമെന്നത് ആസ്വദിക്കാനുള്ള ഒരു പദവിയല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണെന്ന് വരും നാളുകളിൽ തൻ്റെ ഭരണത്തിലൂടെ തെളിയിക്കാൻ പുതിയ മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.